അസ്സലാമലൈക്കും. അപ്പം എന്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ചെറിയൊരു വീഡിയോ ആണ്. സോ രാവിലെ തന്നെ ഞാൻ എപ്പോഴും അടുക്കള തുറന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടുത്തെ കുറേ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തിൽ. പിന്നെ എൻ്റെ പയർ ചെടികളിലൊക്കെ അത്യാവശ്യം ഇലയും റീഹുവിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ സീഡ് ഞാൻ കുഴിച്ചിട്ടപ്പോൾ ഗ്രോ ബാഗിൽ വെറുതെ കുഴിച്ചിട്ടാണ്. പക്ഷെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് മാഷാ അല്ലാ. ഇപ്പോൾ അവിടെ മരങ്ങളൊക്കെ വെട്ടിയത് കൊണ്ട് ഭയങ്കരമായിട്ട് നല്ല വെളിച്ചമുണ്ട് ആ ഒരു സൈഡ്. അല്ലെങ്കിൽ അവിടെ ഒരു മാതിരി കാട് പിടിച്ച പോലെ ഒരു ഇരുട്ട് പോലെ ഉണ്ടാവും. ഇപ്പം നല്ല വെളിച്ചമുണ്ട്, നല്ലൊരു വ്യത്യാസമുണ്ട്. അതുപോലെ എൻ്റെ പയർച്ചെടിയിലൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോഴത്തേനും. നമ്മൾ നയത്തിച്ചാൽ ഇത് ബീട്രൂട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ രാവിലെ ദിവസം ഇവിടെ ദോശയാണ്. സ്കൂളിൽ പോണ ദിവസം, സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഫുള്ളും ഇവിടെ ദോശയാണ്. അപ്പോൾ അതിനുള്ള ചമ്മന്തി റെഡിയാക്കിയതാണ്. പിന്നെ റിയോന് സ്കൂളിലേക്ക് പോകാനുള്ള മുതിര ഉപ്പേരി ഞാൻ വെച്ചു. എനിക്ക് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ. അപ്പോൾ എൻ്റെ ദോശ കണ്ടില്ലേ, നല്ല സൂപ്പർ ദോശയാണ്, നല്ല അടിപൊളി ദോശയാണ്. രാവിലെ എനിക്ക് ദോശ കഴിച്ചാൽ എത്രയാലും മടിക്കുക. നമ്മൾ കറികൾ മാത്രം മാറ്റിയാൽ മതി, ദോശ സെയിം ആയിരിക്കും. ചില സമയത്ത് ദോശ ഉണ്ടാക്കും, ചില സമയത്ത് ആപ്പം ഉണ്ടാക്കും, ചില സമയത്ത് എണ്ണ ഒഴിച്ച ദോശ ഉണ്ടാക്കും, ചില സമയത്ത് വലുപ്പമുള്ള ദോശ ഉണ്ടാക്കും. അങ്ങനെ ഓരോ ദിവസം. അപ്പോൾ അത് ചമ്മന്തിയൊക്കെ അരച്ചു റിഹുവിന് കഴിക്കാൻ കൊടുക്കണം. അവന് സ്കൂളിലേക്ക് പോവാണ്. സോ അവനിക്ക് ഈ വീഡിയോ എടുക്കണതൊന്നും ഇഷ്ടമേ അല്ല. അവനിക്ക് ഭയങ്കര മടിയാണ്, എന്നെ കാണിക്കേണ്ടതെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കഴിക്കാനൊക്കെ കൊടുത്ത് റെഡിയായി ഇതാ സ്കൂളിലേക്ക് പോകുമ്പോൾ ടൈം ടേബിളൊക്കെ എടുത്ത് വയ്ക്കണം. ഇപ്പോൾ എക്സാം നടക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ഇപ്പോഴും അവൻ്റെ സ്കൂളിൽ മാത്രം ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ എത്ര ബോട്ടിലുണ്ടെങ്കിലും റിഹുവിന് ഇഷ്ടം ഇങ്ങനെ മറ്റേ പെപ്സി കൊക്കോ അങ്ങനത്തെ കിട്ടുന്ന ബോട്ടിലാണ് അവനിക്ക് ഇഷ്ടം. അവനിക്ക് അങ്ങനത്തെ ബോട്ടിൽ കൊണ്ടുപോകാനാണ് അവന് താല്പര്യം. പിന്നെ അത് അവൻ്റെ ബുക്കൊക്കെ അവൻ അടുക്കി പെറുക്കി വെക്കുകയാണ്. ഞാൻ വെച്ച് കൊടുത്താലൊന്നും ഇഷ്ടമാവില്ല. അവനിക്ക് അവൻ്റെ സാധനങ്ങൾ അവൻ തന്നെ വെക്കണം. മാഷാ അല്ലാ, അതൊരു നല്ല സ്വഭാവമാണ്. സോ അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ തന്നെ വൃത്തിയായി സൂക്ഷിക്കും. അവളെ ബുക്ക് പപ്പടമൊക്കെ നമ്മൾ ചെറിയ കുട്ടികളുടെയൊക്കെ ബുക്കൊക്കെ വൃത്തിയില്ലാണ്ടൊക്കെ ഇരിക്കണം. അങ്ങനെ ഒരു ഒന്നും റിഹുവിനില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് ചെയ്യണ നല്ലൊരു കുട്ടിയാണ്. മാഷാ അല്ലാ, നന്നായിട്ട് വരട്ടെ. എൻ്റെ മകനാണ്, എന്നാലും ഞാൻ പറയാം. സോ അവൻ സ്കൂളിലേക്ക് ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവാണ്. ഇന്ന് എന്തായിരുന്നു എക്സാം? എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ മാത്സ് ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് മാത്സ് എക്സാമൊക്കെ എഴുതുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ടാറ്റാ ബൈ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ എൻ്റെ റിഹു സ്കൂളിൽ പോയി. അവിടെ ഇക്കാക്കടെ വാപ്പ അവനെയാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകും. അപ്പോൾ രാവിലെ അവൻ സ്കൂളിൽ പോയാൽ പിന്നെ എൻ്റെ പണികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ മുറ്റം അടിച്ചു, പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുത്തത്. ഈ മുറ്റും സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കണം കണ്ടാൽ തന്നെ മനസ്സിനൊരു സമാധാനമാണ് രാവിലെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത്. പിന്നെ ഇത് ജസ്റ്റ് എൻ്റെ റിഹുവിന് കുറച്ച് ഡ്രസ്സുകളും മിഷനിൽ പെട്ടെന്ന് ഉണങ്ങേണ്ട ഡ്രസ്സുകൾ ഞാൻ അവിടെ ഇട്ടതാണ്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരു 3 കാക്ക കുട്ടികൾ ചത്ത് കിടക്കണം അവിടെ. കണ്ടപ്പോൾ വല്ലാണ്ടായി. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. സംഭവം മേലെന്ന് കൂടുണ്ടായിരുന്നു തോന്നണം. അതൊന്നും എങ്ങനെയോ താഴെ വീണാണ്. പക്ഷെ കൂടൊന്നും താഴെ വീണിട്ടില്ല. കറക്റ്റ് ആ കുട്ടികൾ മാത്രം ചത്തിട്ട് താഴെ വീണ് കിടക്കണു. കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ മുറ്റടിക്കുന്ന സമയത്തൊന്നും അവിടെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഉണങ്ങാനിടാൻ പോകുമ്പോഴാണ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഇങ്ങനെ ചത്തുന്നേ എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വൈകുന്നേരം ഉച്ചയ്ക്ക് പിന്നെ കിടന്നുറങ്ങാൻ പോയി. അതിനെ ഇനി എടുത്ത് നമ്മൾ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അതിന് ശേഷം ഞാൻ തന്നെ ഒരു ഓണം ഷൂട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ തന്നെ സ്വയം ഒരുങ്ങി ജസ്റ്റ് 2-3 ഫോട്ടോ എടുക്കുക, ഓണമൊക്കെ അല്ലേ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ജസ്റ്റ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സാരിയൊക്കെ കൊടുക്കുക, വളകളിടുക, അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ചെറിയൊരു വീഡിയോസ് എങ്കിലും ഇടാൻ ഓണം അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഏതോ ഒരു സമയത്ത് ഞാൻ എടുത്ത എൻ്റെ ഒരു സാരിയാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സെലിബ്രേഷൻ എടുത്ത സാരിയാണ്. ഇത് എപ്പോഴോ അടിച്ചു വെച്ച ബ്ലൗസാണ്. അതുപോലെ ഇത് ഏതോ ഒരു കാലത്തിലൊരു ഷോളാണ്. എല്ലാം കൂടി മിസ്മാച്ച് ചെയ്തിട്ട് ഞാൻ ഇട്ടതാണ്. സോ ജസ്റ്റ് ഏതൊക്കെ വർഷങ്ങളായി വാങ്ങി വെച്ച വളകളെല്ലാം പഴയതാണ്. പക്ഷെ ഇട്ടു കൊടുത്തു. ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പോൾ ഡ്രസ്സ് അയച്ചാൽ സമയമില്ല. ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം. നല്ല വിശക്കും. രാവിലെ കുറച്ച് നേരത്തെ കഴിച്ചാണ്, അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു.
ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു. സാരിയൊക്കെ ചുറ്റി ഭയങ്കര വിശപ്പായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ സാരി ഉടുക്കുന്നതിന് മുന്നേ എനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയും ജസ്റ്റ് ഇന്നൊരു മൂഡ് വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാൻ മടിച്ചിട്ടിരിക്കും. കുറേ ദിവസം ഇത് ചെയ്യണം വിചാരിച്ചിട്ടിരുന്നതാണ്. ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓണം വിഷസിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. വിശന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. ഞാൻ കഴിച്ചു. എന്നിട്ട് ഡ്രസ്സ് മാറ്റിയിടാനുള്ളൊരു സബൂർ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതന്നെ ഇട്ട് വേഗം കഴിച്ചത്. സോ അങ്ങനെ വീഡിയോ എടുത്തു. അതിന് ശേഷം ചന്ദനമഴയിലെ ഊർമിളനൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകണത്. എനിക്ക് അതാണ് ഞാൻ ഇടയിലൊന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി. ഈ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴാണ് ആശ്വാസമായത്. കുറച്ച് നേരം ഒന്ന് മാറ്റി ഇടുമ്പോഴൊക്കെ ഭയങ്കര നമുക്ക് ഒരുങ്ങുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. പക്ഷേ അത് മാറ്റിയിട്ടപ്പോൾ ഒരു സന്തോഷമായി, കംഫേർട്ടായതായിരുന്നു. പിന്നെ എനിക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ഒന്ന് മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ അന്ന് തിരിച്ചു നിന്ന് കൊണ്ടുവന്ന ഒരു മറ്റേ സംഭവമുണ്ട്, ബാദുഷാ എന്ന് പറയുന്ന സാധനം. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് നിസ്കരിച്ച് പോയി കിടന്നുറങ്ങി. പിന്നെ എണീറ്റത് വൈകിട്ടാണ്. അപ്പോൾ റിഹുവിന് സ്കൂളിൽ വിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് മാവിൽ കുറച്ച് ഉള്ളി സവാള ഇട്ടിട്ട് നമ്മൾ ഉള്ളി ബജ്ജിയും ഉണ്ടാക്കി. കുറച്ച് ഉണ്ടാക്കി ചായ വെച്ച് കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചായ എന്ന് പറയുന്നത്. രാവിലെ ചായ കുടിക്കാനും ഇഷ്ടമാണ്, അതുപോലെ വൈകുന്നേരം ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ എപ്പോഴും വൈകുന്നേരം എൻ്റെ സ്പോട്ട് ഇഷ്ടമുള്ളൊരു സ്പോട്ടാണത് എനിക്ക്. ഞാൻ വൈകുന്നേരം എപ്പോഴും ചായ അവിടെ ഇരുന്നിട്ടാണ് കുടിക്കുക. എനിക്കത് ഇഷ്ടമാണ്. ആ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കുടിക്കും. രാവിലെ ഞാൻ സിറ്റ് ഔട്ടിലിരുന്ന് കുടിക്കും, വൈകുന്നേരം ബാക്കിൽ പോയിരുന്ന് കുടിക്കും. പിന്നെ അത് 5 മണിയായപ്പോൾ എൻ്റെ ട്യൂഷൻ പിള്ളേരൊക്കെ വന്നു. നോൺ എക്സാമാണ്, എനിക്ക് ലീവ്. ഞങ്ങൾക്ക് ഇനി 10 ദിവസം ഞങ്ങൾ ഈ വഴിക്ക് വരില്ല പറഞ്ഞിട്ടാണ് അവരോട് ഇരിക്കുന്നത്. പിന്നെ അതിലൊരു കുട്ടി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായി കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ വൈകുന്നേരമായി. ഞാൻ ഗോതമ്പ് ദോശയാണ് ചുട്ടത്. രാവിലത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചമ്മന്തി ഞാൻ അങ്ങനെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വൈകുന്നേരം ഗോതമ്പ് ദോശ ചുട്ടു. റിഹൂന് അതും മതി എന്ന് പറഞ്ഞു. ഇക്കാക്കും അതും മതി, എനിക്കും അതും മതി. പിന്നെ വേറൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയില്ല. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.